या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्मै 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 नमो नमः. നാരായണ. ഈ വരുന്ന 22-ാം തീയതി മുതൽ 10 ദിവസങ്ങൾ ഇപ്രാവശ്യം ശരത് നവരാത്രിയാണ്. ദേവീ പ്രാർത്ഥനയ്ക്കും ദേവീ ഉപാസനയ്ക്കും ദേവീ വ്രതമെടുക്കാനും ഏറ്റവും ഉചിതമായ ഏറ്റവും ഫലവത്തായ സമയമാണത്. തീർച്ചയായും കഴിയുന്നവരെല്ലാം തന്നെ ആ സമയത്ത് അവരവരുടെ സൗകര്യമനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി ഈ വ്രതം എടുക്കുകയാണെങ്കിൽ ഈ വർഷത്തില് അവരുടെ ഒരു വലിയ തപസ്സാകും. അതുകൊണ്ട് വലിയൊരു മാറ്റവും ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവിധ വിജയങ്ങളും എല്ലാ ദുഷ്ടശക്തികളെയും ജയിക്കുക എന്നതാണ് ഈ വിജയദശമിയിൽ പാരണ വീട്ടുന്ന ഈ നവരാത്രി ആഘോഷത്തിൻ്റെ പ്രത്യേകത. ഇപ്രാവശ്യം വളരെ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യം, 9 ദിവസങ്ങൾക്ക് പകരം തിഥി അനുസരിച്ച് 10 ദിവസങ്ങൾ നവരാത്രിക്ക് വരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രമനുസരിച്ച് അങ്ങനെ തിഥിയുടെ എണ്ണം കൂടുന്നത് വളരെ ശുഭമായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ചില പഞ്ചാംഗങ്ങൾ അനുസരിച്ച് തൃതീയ തിഥി, മറ്റു ചില പഞ്ചാംഗങ്ങൾ അനുസരിച്ച് ചതുർത്ഥി തീയതിയുടെ വൃദ്ധിയുണ്ട്. അതായത് 2 ദിവസം തൃതീയയോ 2 ദിവസം ചതുർത്ഥിയോ കണക്കാക്കുന്ന രീതി. അപ്പോ അങ്ങനെ വരുന്ന ആ ദിവസങ്ങളിൽ നവദുർഗയുടെ ഭാവങ്ങളാണ് നമ്മൾ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയായിട്ട് കണക്കാക്കുക. കേരളത്തില് സരസ്വതി പൂജ വയ്ക്കുന്ന, പുസ്തക പൂജ വയ്ക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് സപ്തമി തൊട്ട്, സപ്തമി, അഷ്ടമി, നവമി ഈ ദിവസങ്ങളാണ് കൂടുതലായിട്ട് ആരാധിച്ചു പോരുന്നത്. അങ്ങനെയും 3 ദിവസത്തെ വ്രതമനുഷ്ഠാനവും ഉണ്ട്, അതുമാകാം. എന്നാൽ ശരിയായിട്ടുള്ള ദേവീഭക്തര് ദിവസങ്ങളും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 10 ദിവസങ്ങളും വ്രതമെടുത്ത് 11ാമത്തെ ദിവസം, അതായത് ദശമി വരുന്ന ദിവസം വ്രതം മുറിക്കുക എന്നുള്ളതാണ് ഈ നവരാത്രി വ്രതത്തിന്റെ പ്രത്യേകത. അതിൻ്റെ ഒരു സാമാന്യ രൂപം ഒന്ന് പരിചയപ്പെടുത്താം. കാരണം പലവരും നമ്മോട് പലവട്ടം ചോദിച്ചതുകൊണ്ടും നേരിട്ടുള്ള ഒരു സംവാദത്തിന് ഇപ്പോൾ സൗകര്യമില്ലാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി അതിൽ ഇത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ സാധാരണ വ്രതമെടുക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള ചിട്ടകൾ, അതിൽ ആഹാര രീതികളും, രാവിലെ എഴുച്ച് സ്നാനാദികൾ ആയി ശുദ്ധമാകുക, ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ച് രാവിലെ തൊട്ട് പ്രാർത്ഥന തുടങ്ങുക. അതിൻ്റെ 1ാമത്തെ ദിവസമാണ് ഈ വ്രതം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു സമയം പറയുന്നത് കലശസ്ഥാപനം, പൂജനം, അല്ലെങ്കിൽ നമുക്ക് കലശസ്ഥാപനത്തിന് പകരം വിളക്ക് കത്തിച്ചു വയ്ക്കുക. അപ്പോൾ ആ വിളക്ക് ഈ 10 ദിവസങ്ങളിൽ കിടാവിളക്കായിട്ട് വയ്ക്കാൻ സാധിച്ചാൽ അതും വളരെ ഉത്തമമാണ്. അപ്പോൾ ആ കിടാവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടുകൂടി തുടങ്ങേണ്ടതായിട്ടുള്ളൊരു മുഹൂർത്തം പറയുന്നത്
22-ാം തീയതി ഒന്നാമത്തെ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസമായ പ്രതിപദ എന്ന് പറയുന്ന ദിവസമായ 22-ാം തീയതി 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് അത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സമയത്തുള്ള പൂജകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അത് ചെയ്ത് തുടർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്തോത്രങ്ങൾ പാരായണം ചെയ്യാം. ദേവി മഹാത്മ്യം ചൊല്ലി പഠിച്ചിട്ടുള്ളവർ, നന്നായിട്ട് അറിയാവുന്നവർ, അവരുടെ അസ്പഷ്ടതയൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്കത് ചൊല്ലാവുന്നതാണ്. അല്ലാത്ത പക്ഷം ലളിതാ സഹസ്രനാമം ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ രചിച്ചതായിട്ടുള്ള ചണ്ഡീ പ്രാതസ്മരണം, ദേവി ഭുജംഗ സ്തോത്രം, അന്നപൂർണ സ്തോത്രം അല്ലെങ്കിൽ സൗന്ദര്യലഹരി, ഇതൊക്കെ വായിക്കാവുന്നതാണ്. ഈ എന്ത് നമ്മൾ ചെയ്യുന്നതും ഈ 10 ദിവസങ്ങൾ മുഴുവൻ തുടരാൻ പറ്റുന്ന തരത്തിലുള്ള ചിട്ടയായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത്. പറഞ്ഞതിനർത്ഥം നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രമാത്രം നിശ്ചയിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. ദേവിയുടെ ആ പ്രാർത്ഥന അതുപോലെ രാവിലെ ചെയ്യുക, പിന്നെ രാത്രി വൈകുന്നേരം സന്ധ്യാസമയത്ത് ചെയ്തിട്ട് തന്നെ ഭക്ഷണം കഴിക്കാവൂ എന്ന് വെക്കുക. അപ്പൊ അതില് ഭക്ഷണത്തിന്റെ ഒരു വ്രതം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഭക്ഷണങ്ങളില് ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ സവാള ഉള്ളിയും, ഉള്ളിയുടെ എല്ലാ ഐറ്റങ്ങളും വേണ്ടാന്ന് വെക്കണം, ത്യജിക്കണം. മദ്യമാംസാദികളും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവര് ഈ ദിവസങ്ങളിൽ അത് പാടില്ല. അതുപോലെ ഈ ആരാധന തുടങ്ങുന്നതിൻ്റെ അമാവാസ്യ അല്ലെങ്കിൽ ചതുർദശി എന്ന് പറയുന്ന 2 ദിവസം മുമ്പ് തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ 1-ാമത്തെ ദിവസത്തിൽ ശുദ്ധി ഉണ്ടാവുക എന്നൊരു സങ്കല്പം വയ്ക്കുക. അപ്പോൾ കുറഞ്ഞ പക്ഷം 2 ദിവസം മുമ്പ് തന്നെ ഈ ഭക്ഷണക്രമങ്ങൾ ആരംഭിക്കുക എന്നർത്ഥം. വീട്ടില് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോ മദ്യമാംസാദികള്, മുട്ട, അതുപോലെ തന്നെ നമ്മൾ കൂൺ കറി കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഉള്ളിയുടെ എല്ലാ തരത്തിലുള്ള ഉള്ളി ഐറ്റംസും ഒഴിവാക്കണം. പിന്നെ മുരിങ്ങയ്ക്ക ഈ 9 ദിവസങ്ങളിൽ സാമ്പാറിലും കറിയിലും ഒന്നും മുരിങ്ങയ്ക്കായി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കത്തിരിക്ക എന്ന് പറയുന്ന പച്ചക്കറി അത് ഉപയോഗിക്കാൻ പാടില്ല. കത്തിരിക്കയുടെ പല വെറൈറ്റി ഉണ്ട്, അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ തക്കാളി, ടൊമാറ്റർ അതും ഒഴിവാക്കണം. ചുവന്ന ടൊമാറ്ററും പച്ച ടൊമാറ്ററും അത് രണ്ടും ഒഴിവാക്കണമെന്നുള്ളത് പച്ചക്കറിയുടെ കാര്യത്തിൽ. നമുക്ക് സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാം. ചോറും സാമ്പാറും വളരെ സാത്വികമായിട്ട് ഭാവത്തോടു കൂടി. അപ്പോൾ ഈ വ്രതസമയത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിവതും നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ വ്രതാനുഷ്ഠാനം ചെയ്യുന്നവർ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയാത്തവര്, മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ മറ്റൊക്കെ ആണ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഭാര്യമാരോ അവരൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ജപിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പോൾ ആ ലഭിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുക. അത് വളരെ ഭാവത്തോടു കൂടി ദേവിയുടെ പ്രസാദമായിട്ട് അതിനെ സ്വീകരിക്കുക. അത് ഉച്ചയ്ക്കും വൈകുന്നേരവും ആകാം. വൈകുന്നേരം രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ലേറ്റായിട്ട് പാടില്ല. ഈ പൂജയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ പ്രാർത്ഥനകളും സ്തോത്രജപവും ഒക്കെ കഴിഞ്ഞ് കാലും കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കുക നേരത്തെ തന്നെ.
അപ്പോൾ ഒരു 8-9 മണിയോട് കൂടിയെങ്കിലും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണം. അല്ലാത്ത പക്ഷം വൈകുന്നേരത്തെ ഭക്ഷണം രാത്രി അത്താഴം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് മറ്റ് പഴങ്ങളോ മറ്റെന്തെങ്കിലും ചെറിയ പലഹാരങ്ങളോ ഒക്കെ കഴിച്ച് തൃപ്തമാകാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. അപ്പം ആ രീതിയിൽ അതിന് അങ്ങനെ വ്രതത്തിൻ്റെ ഒരു ചിട്ടയോടുകൂടി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഭക്ഷണ സംബന്ധമായിട്ട്. പിന്നെ രാവിലെ നേരത്തെ തന്നെ 4 മണിക്ക് പറ്റിയില്ലെങ്കിൽ 5 മണിക്കെങ്കിലും എഴിച്ച് കുളിച്ച് തയ്യാറാവാനുള്ള ഒരു ചിട്ടയും ഉണ്ടാക്കുക. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴിക്കുക, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കുക. എന്താ പറയുക, മറ്റ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ ചെയ്യാറുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് മൗനമായിട്ട് ഇരിക്കാൻ കഴിയില്ല, പക്ഷേ മൗനം പോലെ ആവശ്യമുള്ളിടത്ത് സംസാരിക്കുന്നു, എല്ലാവരുടെ അടുത്തും ശാന്തമായിട്ട് സംസാരിക്കുന്നു, ശാന്തമായിട്ട് പെരുമാറുന്നു, നമ്മൾ ആ ദേവിയുടെ ഭാവത്തിലാണ് എന്നുള്ള ഒരു മാനസികമായ ഒരു ഭാവം ഉണ്ടാക്കുന്നു. പിന്നെ മറ്റ് സമയങ്ങളിൽ അമ്പലങ്ങളിൽ പോകാനൊക്കെ അടുത്ത ദേവീ ക്ഷേത്രങ്ങളോ പൂജാസ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാനോ ദർശിക്കാനോ ഒക്കെ സാധിക്കും. പിന്നെ ദീർഘമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ നവരാത്രി കാലത്ത് വ്രതസമയത്ത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ പോകേണ്ടതൊക്കെ ഉള്ളവർക്ക് അതാകുക. പോയി വന്നാൽ എപ്പോൾ പുറത്തു പോയിട്ട് വരുന്നോ അപ്പോൾ രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് വേണം പിന്നെ ഈ ചിട്ടകളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ രഹസ്യം തന്നെ എത്രത്തോളം നമ്മൾ ശുദ്ധമായിട്ട് ചെയ്യുമോ അത്രത്തോളമാണ് അതിൻ്റെ ഫലമുണ്ടാകുക എന്നതാണ്. അപ്പോൾ നവരാത്രിയുടെ ശക്തി ഉപാസനയുടെ ആ ദിനങ്ങളിൽ നവരാത്രികളിൽ നവദുർഗകളായിട്ടുള്ള ദേവിമാര്, ദുർഗാദേവിയുടെ രൂപങ്ങളായിട്ടുള്ള ദേവിമാര് ദേവീ കവചത്തിൽ അത് വർണ്ണിക്കുന്നുണ്ട്. ദേവീ മഹാത്മ്യം ചൊല്ലി അഭ്യസിച്ചിട്ടുള്ളവർക്ക് അതറിയാമായിരിക്കും. പ്രഥമം ശൈലപുത്രീച്ച, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ഠം കാത്യായനീച്ച, സപ്തമം കാലരാത്രീതി, മഹാഗൗരീതി ചഷ്ടമം, നവമം സിദ്ധിദാത്രീച്ച, നവർദുർഗാ പ്രകീർത്തിത. പ്രഥമം ശൈലപുത്രി, ആദ്യത്തെ ദുർഗാ ഭഗവതിയുടെ പേര് ശൈലപുത്രി എന്നാണ്. രണ്ടാമത്തെ ദേവിയുടെ പേര് ബ്രഹ്മചാരിണി, മൂന്നാമത്തെ ദിവസം ചന്ദ്രഖണ്ഡ, നാലാമത്തെ ദിവസം കുഷ്മാണ്ഡ, അഞ്ചാമത്തെ ദിവസം സ്കന്ദമാത, ആറാമത്തെ ദിവസം കാത്യായനി, ഏഴാമത്തെ ദിവസം കാലരാത്രി, എട്ടാമത്തെ ദിവസം മഹാഗൗരി, ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രി. ഇവരാണ് 9 ദുർഗാരൂപങ്ങളായിട്ട് ഈ സമയത്ത് നമ്മൾ ആരാധിക്കുന്നത്. ഓരോ ദേവിമാരുടെയും വർണ്ണനയും വിസ്തരിച്ച വിഷയങ്ങളൊക്കെ ദേവീ കവചത്തിലും അതുപോലെ തന്നെ മാർക്കണ്ഡേയ പുരാണം, ദേവീ ഭാഗവതം, കാലികാ പുരാണം, സ്കന്ദപുരാണം, മത്സ്യപുരാണം, അനേകം പുരാണങ്ങളിലൊക്കെ ഈ രൂപങ്ങളുടെ വർണ്ണനയൊക്കെ അവിടെ കാണാവുന്നതാണ്. സാമാന്യ രൂപത്തിൽ വളരെ ചുരുക്കത്തിൽ ഈ വിഷയം പറഞ്ഞു. ഇനി 1-2 കാര്യം ആരാധന സംബന്ധിച്ച് പറയാനുള്ളത്. ആർക്കെങ്കിലും ഈ അനുഷ്ഠാനം ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് ഇപ്പോൾ ദേവീ മഹാത്മ്യം ചൊല്ലാൻ അറിയില്ല, അല്ലെങ്കിൽ ഇത്തരം വിധികളൊന്നും അറിയില്ല എങ്കിൽ അവർ ഭക്ഷണാദി വ്രതങ്ങളൊക്കെ ഗൃഹത്തിൽ അതുപോലെ അനുഷ്ഠിച്ചുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പൂജ ചെയ്യുന്ന നമുക്ക് പരിചയമുള്ള പൂജാരിമാരോ അല്ലെങ്കിൽ പൂജകരായിട്ടുള്ള ബ്രാഹ്മണരോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിച്ച് അവരിലൂടെ അങ്ങനെ ദേവീ മഹാത്മ്യം ചൊല്ലിപ്പിച്ച് അനുഷ്ഠിക്കാനും ആവും. അതും ഫലം ഒന്നു തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ചെയ്യാൻ കഴിയാത്ത പക്ഷമാണ് അങ്ങനെ ചെയ്യേണ്ടത്. സൗകര്യമുണ്ടെങ്കിൽ നാം തന്നെ നമ്മുടെ ഗൃഹമെല്ലാം ശുദ്ധീകരിച്ച്, എന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി
ഇതേ പറഞ്ഞ പോലെ പഴയ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, കാരണം ദേവിയുടെ ഐശ്വര്യത്തെ ആവാഹിക്കുന്ന ആ ഒരു ഭാവത്തിൽ അതൊക്കെ ചെയ്യണം. പൂജാ റൂമെല്ലാം കഴുകി വൃത്തിയാക്കി, പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി, അങ്ങനെ മൊത്തത്തിലൊരു ശുദ്ധീകരണം ചെയ്ത്, കഴിയുമെങ്കിൽ കുറച്ച് നമ്മൾ ഉത്സവങ്ങൾക്കും മറ്റുമൊക്കെ ചെയ്യുന്നത് പോലെ ചെറിയൊരു അലങ്കാരമൊക്കെ വീടിന് ചെയ്ത്, മാവിലയും പ്ലാവിലയും അതുപോലെ തന്നെ തെങ്ങിൻ്റെ കുരുനിലയും ഒക്കെ കെട്ടി അതിനെ നന്നായിട്ട് അലങ്കരിക്കുന്ന ഒരു ഭാവത്തിൽ പുഷ്പങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച്, അങ്ങനെ ഒരു ഐശ്വര്യഭാവത്തിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഈ നവരാത്രി ദിവസങ്ങളിൽ അഖണ്ഡദീപം നോക്കണം. അഖണ്ഡദീപം കത്തിക്കാൻ അറിയാവുന്നവർ അഖണ്ഡദീപം കത്തിക്കുക, അങ്ങനെ ആക്കിയിട്ട്, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി എത്ര പാത്രത്തിൽ എങ്ങനെയാണ് കത്തിക്കേണ്ടത്, അഖണ്ഡമായിട്ട് കത്താനായിട്ട് എന്താണ് ഒരു വഴി എന്നുള്ളത് അങ്ങനെ കത്തിക്കുക. അതിൽ എണ്ണ ഒഴിക്കേണ്ട രീതി, അതുപോലെ തിരിയിടേണ്ട രീതി, പിന്നെ തിരി എപ്പോഴും വൃത്തിയാക്കണം, എന്നാൽ അല്ലെങ്കിൽ അത് അണഞ്ഞു പോവും. അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് മറ്റൊരു ദീപം കൊളുത്തി അതിലേക്ക് പകരേണ്ട വിധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അറിയാവുന്നവരോട് ചോദിച്ച് അത് ചെയ്യുക. ഇനി അഖണ്ഡദീപം വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് മുഴുവൻ പരിപാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ചെയ്യാൻ കഴിഞ്ഞാൽ അത് നല്ലത്, ഉത്തമം എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. അത് കഴിഞ്ഞ് ഈ 9 ദിവസം നമ്മുടെ അനുഷ്ഠാനം ദേവി നവരാത്രി പൂർണ്ണമായി കഴിയുമ്പോൾ വിജയദശമി എന്നുള്ള ദിവസം വരും. ആ വിജയദശമി ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, അന്നത്തെ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ എഴുത്തിനിരിപ്പ് പരിപാടികൾ ഉള്ളതാണ്. അമ്പലങ്ങളിലൊക്കെ വിജയദശമിക്കും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ കന്യകാ പൂജനം എന്നൊരു വിധി ഇതിലുണ്ട്. അപ്പോൾ ദേവിയുടെ ഭാവത്തിൽ എന്താ പറയുക, ആ 2 വയസ്സ് മുതൽ എന്ന് പറയുന്നുണ്ട്. 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടികൾ, 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, 10 വയസ്സിന് അധികമാകാൻ പാടില്ല. അപ്പോൾ അവരുടെ മാസിക ധർമ്മം തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് ഉദ്ദേശിക്കുന്നത്, കന്യക എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കന്യക എന്ന ഭാവത്തിൽ 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ, പെൺകുട്ടികളെ വിളിച്ചു വരുത്തി, അത് ഒരാളോ 2 ആളോ കൂടുതലോ 9 പേര് വരെ ആകാം. ഓരോ ദേവിയുടെ മാതൃകയായിട്ട് 9 പേരെ കന്യകാ പൂജനം ചെയ്യുന്നു. അതായത് അവരെ വിളിച്ചു വരുത്തി ഒരു ആസനത്തിലിരുത്തി, നല്ല കുളിച്ച് വൃത്തിയായിട്ട് അവർ വരിക, ആസനത്തിലിരുത്തുക. എന്നിട്ട് അവർക്ക് നമ്മൾ പിന്നെ കുറിയൊക്കെ തൊടിയിച്ച് പ്രണമിച്ച് അവർക്ക് വേണ്ട ഒരു പിന്നെ എന്തെങ്കിലും അവരുടെ താല്പര്യത്തിനുള്ള പഴങ്ങൾ അതൊക്കെ കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം. പിന്നെ ആരാധനയായിട്ടുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ദക്ഷിണയായിട്ടോ ഒക്കെ കൊടുക്കാം, ഇപ്പോൾ വിഷു കൈനീട്ടൊക്കെ കൊടുക്കുന്നത് പോലെ. അങ്ങനെ എന്തോണം അവരുടെ വിശിഷ്ടമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുത്ത് അവരെ ദേവീ ഭാവത്തിൽ തൃപ്തിപ്പെടുത്തുക എന്നുള്ള സാമാന്യ രീതിയിലുള്ള ഒരു ആദരവ്, കന്യകാ പൂജ എന്നാ പറയുക. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, അതിൽ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാനുള്ള ഒരു വിധിയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം സാമാന്യ രൂപത്തിലാണ് പറഞ്ഞത്, നമുക്ക് അനുഷ്ഠിക്കേണ്ട രൂപത്തിൽ. അപ്പോൾ ഈ കിടാവിളക്കൊക്കെ വച്ച് ഇങ്ങനെ വിധിയാവണ്ണം ചെയ്യാൻ കഴിയാത്ത പക്ഷവും ഈ ദിവസങ്ങളിൽ, ഈ 9 ഈ പ്രാവശ്യത്തെ 10 ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ വ്രതമായിട്ടിരിക്കാൻ ആർക്കും സാധിക്കും. വ്രതമായിട്ടിരിക്കുക, രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ ജപങ്ങൾ ചെയ്യുക, ധ്യാനിക്കുക, ദേവിയോട് പ്രാർത്ഥിക്കുക, ദേവിയുടെ അമ്പലങ്ങളിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഭജനം ഇരിക്കുക. ഇത് മറ്റ് ക്രിയകൾ ചിലപ്പോൾ പലരുടെ വീടുകൾക്കും സൗകര്യം ഉണ്ടാവില്ല, ശുദ്ധി അശുദ്ധിയും അല്ലെങ്കിൽ അവിടെ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ സ്വയം വ്രതം ഇരിക്കാൻ പറ്റിയാലും ആ ഭാവത്തിൽ വ്രതമിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വർത്തമാനങ്ങളും വ്യവഹാരങ്ങളും ഈ 10 ദിവസത്തേക്ക് കുറയ്ക്കുക എന്ന രീതിയിലും നമുക്ക് സാമാന്യമായിട്ട് ആരംഭിക്കാം, അങ്ങനെ ചെയ്ത് ആരംഭിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. കലിയുഗത്തിൽ വളരെ വിശിഷ്ടമായിട്ട് പറയുന്ന ഒരു ആരാധനയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും എന്നത് ഉറപ്പാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും
നമ്മുടെ കുടുംബപരമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സമാധാനവും ശാന്തിയും നമുക്കുണ്ടാകും. അത് അങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ചു വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ അനുഷ്ഠിക്കുക. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആഹാര രീതികളൊക്കെ മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ സാത്വികമായ രീതിയിൽ വ്രതത്തിൻ്റെ രീതിയിലാക്കി ഭജനം ഇരിക്കുന്നത് പോലെയും ചെയ്യാം. മറ്റ് പൂജകളും മറ്റുമൊക്കെ ചെയ്യാൻ കഴിയാത്തവർക്ക് അങ്ങനെയും ആകാം. അപ്പോൾ ഇതെല്ലാം ഒരു ചുരുക്ക ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പലരും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് നിങ്ങളെ അറിയിക്കുകയാണ്. ഹരി ഓം നാരായണ.